രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ജോസിയ രാജാവിനെ പോലെ മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന വേറൊരു രാജാവില്ല. ഈ രാജാവ് ഈജിപ്തിലുമായിട്ടുണ്ടായ യുദ്ധത്തില് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വെച്ച് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മൃതശരീരം ജെറൂസലേമിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ജോസിയ രാജാവിന്റെ 18-ാം ഭരണവർഷം ജെറൂസലേമിൽ കർത്താവിന് പെസഹ ആചരിച്ചു. കൂടാതെ പുരോഹിതൻ ഹിൽക്കായിയെ കണ്ടെത്തിയ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നവ നടപ്പിലാക്കാൻ ജോസിയ യൂദായിലും ജെറൂസലേമിലും ഉണ്ടായിരുന്ന അഭിചാരക്കാരെയും ശകുനക്കാരെയും കുലവിഗ്രഹങ്ങളെയും ബിംബാരാധനകളെയും മറ്റു മ്ലേച്ഛതകളെയും നിർമ്മാർജ്ജനം ചെയ്തു. മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവും മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല. എങ്കിലും മനസ്സെ നിമിത്തം യൂദായ്ക്കെതിരെ ജ്വലിച്ച കർത്താവിന്റെ ഉഗ്രകോപം ശമിച്ചില്ല. അവിടുന്ന് അരുളി ചെയ്തു, ഇസ്രായേലിനെ പോലെ യൂദായെയും എൻ്റെ കൺമുൻപിൽ നിന്ന് ഞാൻ തൂത്തെറിയും. ഞാൻ തിരഞ്ഞെടുത്ത ജെറൂസലേമിനെയും എൻ്റെ നാമം ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ അരുളി ചെയ്ത ആലയത്തെയും ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ജോസിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവന്റെ കാലത്ത് ഈജിപ്തിലെ ഫറവോ ആയ നെക്കോ യൂഫ്രട്ടീസ് നദിയുടെ സമീപത്ത് അസീറിയ രാജാവിന്റെ അടുത്തേക്ക് പോയി. ജോസിയ രാജാവ് അവനെ നേരിട്ടു. മെഗിദോയിൽ വച്ച് നെക്കോ അവനെ നിഗ്രഹിച്ചു. സേവകന്മാർ മൃതശരീരം ഒരു രഥത്തിൽ മെഗിദോയിൽ നിന്ന് ജെറൂസലേമിൽ കൊണ്ടുവന്ന് അവന്റെ കല്ലറയിൽ സംസ്കരിച്ചു. അനന്തരം ജനം ജോസിയായുടെ മകൻ യാഹോവഹാസിനെ രാജാവായി അഭിഷേകം ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജോസിയ രാജാവിനെ പോലെ മോശയുടെ നിയമങ്ങൾ അനുസരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ പിൻചെന്ന മറ്റൊരു രാജാവ് മുൻപോ പിൻപോ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ കാണുന്നു. കർത്താവ്, ഇന്നും ദൈവപ്രമാണങ്ങളാണല്ലോ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ദൈവപ്രമാണമനുസരിച്ച് ജീവിക്കാനും സത്യദൈവത്തെ ആരാധിക്കാനും തിന്മയുടെ പാതകളിൽ നിന്ന് വിട്ടകലാനും ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്നേഹത്തോടെ, സണ്ണി പുൽപ്പറമ്പിൽ.